പങ്കുവെക്കലിന്റെ സന്ദേശവുമായാണ് ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 5 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യുവാനാണ് ഇവിടുത്തെ വയോജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഭിന്നശേഷിക്കാരായ 5 കുട്ടികൾക്ക് സഹായമൊരുക്കിക്കൊണ്ടാണ് ഹരിപ്പാട് ഗാന്ധി ഭവൻ സ്നേഹവീട് സംഘടിപ്പിച്ചത്. വാർദ്ധക്യകാലത്ത് ഒറ്റപ്പെട്ട് ഗാന്ധി ഭവനിലെത്തിയ വയോജനങ്ങൾ എല്ലാ ആഘോഷങ്ങളും കൃത്യമായി നടത്താറുണ്ട്. ഗാന്ധി ഭവൻ സ്നേഹവീട്ടിൽ തൊഴിൽ ചെയ്ത് ചെറിയ സമ്പാദ്യങ്ങൾ ഈ പ്രിയപ്പെട്ടവർ നേടിയെടുക്കാറുമുണ്ട്. അങ്ങനെ കിട്ടുന്ന സമ്പാദ്യം എല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ച് മാതൃക കാട്ടുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി 5 ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്യുവാനാണ് വയോജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. സ്നേഹവീട് ഡയറക്ടറും ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ മുഹമ്മദ് ഷമീർ അന്തേവാസികൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആശയങ്ങളും ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവൻ്റെ ശാഖയായ ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധി ഭവൻ സ്നേഹവീട്ടിലെ കുടുംബാംഗങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിരുന്നവർ ആ ഒറ്റപ്പെടലുകളെ അതിജീവിച്ചുകൊണ്ട് ഗാന്ധി ഭവൻ എന്ന കുടുംബത്തിൽ അംഗമായി കടന്നു വന്നവരാണ്. അവർക്കെല്ലാ ആഘോഷങ്ങളും അവർ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്മസ് ആയാലും റംസാനായാലും ഓണമായാലും എല്ലാ ആഘോഷങ്ങളും ഈ പ്രിയപ്പെട്ടവരിവിടെ വളരെ സന്തോഷപൂർവ്വം ഇവിടെ ആഘോഷങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്മസിലും അവരെല്ലാം ഇവിടെ പുൽക്കൂടൊരുക്കി ഇവിടെ വലിയ അവരുടെ ആഘോഷങ്ങൾ സന്തോഷം പങ്കുവച്ച് സ്നേഹം പങ്കുവച്ച് കരുതലോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഗാന്ധി ഭവനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. ഹാപ്പി ക്രിസ്മസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ രേഖപ്പെടുത്തുന്നു. ക്രിസ്മസ് ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസ് ആശംസകൾ. വേദനിക്കുന്നവനെ ചേർത്ത് പിടിക്കണം, അവൻ്റെ വേദന മാറ്റണം. ഈ ഒരു ലക്ഷ്യമാണ് ഗാന്ധി ഭവനുള്ളത്. അപ്പോൾ ആ ഗാന്ധി ഭവൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്നേഹവീട് പോലെ കേരളത്തിൽ 20 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ആ സ്ഥാപനങ്ങളിലെല്ലാം അനേകം ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പല പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചവർ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു സന്ദേശങ്ങൾ ഇവിടെ എല്ലാ മതങ്ങളും നമുക്ക് പഠിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ അവിടെ എല്ലാമുണ്ട്. സന്തോഷമുണ്ട്, കരുതൽ. നമ്മൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ തയ്യാറായാൽ ദൈവം നമുക്കെപ്പോഴും നന്മ മാത്രമേ തരുള്ളൂ. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ ആഘോഷങ്ങളെല്ലാം. ആലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, ആലിത്തൊഴുത്തിൽ പിറന്നവനെ, കരുണ നിറഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, കരളിലെ ചോരയാൽ പാരിന്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ, അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനു മുമ്പ് ഗാന്ധി ഭവൻ കുടുംബാംഗമായ ജാനകി അമ്മയ്ക്ക് മറ്റാരുടെയും സഹായമില്ലാതെ അന്തേവാസികൾ ചേർന്ന് സ്വർണ്ണക്കമ്മൽ വാങ്ങി നൽകിയിരുന്നു. ആനാരി പുതുശ്ശേരി LP സ്കൂളിലേക്ക് കെട്ടിടം നിർമ്മാണത്തിന്റെ കൈനീട്ടം പുതുവത്സര ദിനത്തിൽ ഇവർ സമ്മാനിച്ചിരുന്നു. 4 പേർക്ക് ഇതിനോടകം വീൽ ചെയറുകളും അന്തേവാസികൾ ചേർന്ന് സമ്മാനിച്ചു. അഭയകേന്ദ്രത്തിൽ കഴിയുന്ന ഈ പ്രിയപ്പെട്ടവർക്ക് മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും മറ്റുള്ളവരെക്കാളും അറിയാൻ കഴിയും എന്നതാണ് പ്രത്യേകതയെന്ന് ഗാന്ധി ഭവൻ അധികൃതർ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.